ഇവിടെ മമ്മിയാണ് ഇത് അല്ലേ മറ്റേ ചെമ്മീൻ ഇത് മറ്റേത് പടക്കുണ്ടല്ലോ. ഹലോ, ജേസൺ വ്ലോഗിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോണത് എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മളങ്ങനെ നേരെ റമാ മസ്ജിദിൽ നിന്ന് ഇന്ന് പോണത് നമ്മൾ സൗദിയിലുള്ള ജിദ്ദയിലുള്ള ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോടിങ്ങനെ തുള്ളിക്കളിക്കുന്ന മീനുകളാണ്, ഇവിടെ പടപടക്കുന്ന മീനുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, നമ്മളിന്ന് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകൾക്ക് നിങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ഫിഷ് മാർക്കറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞ് പലവിധ മീനുകളുണ്ട് ഇവിടെ. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. എനിക്ക് പൊതുവെ ഈ ഒരു ബീഫും ചിക്കനും അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെയോ മീനുകളുണ്ട്, കുറേ നമ്മളെ നാട്ടിലുള്ള മോഡലുകളും ഇല്ലാത്ത മോഡലുകളും ഒക്കെ ഉണ്ട്. ഓ, ഇത് കണ്ടില്ലേ നമ്മളെ ചെമ്മീൻ്റെ വലിയ രൂപം. ഇതിനെന്താ പറയുക, ലോബ്സ്റ്റർ അല്ലേ. അപ്പോൾ ഈ മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഞാൻ കുറേ മുന്നേ അതിൻ്റെ ഒരു ഫ്രോസൺ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാം. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന്. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ചെമ്മീനും ഞണ്ടുമാണ് കൂടുതൽ ഇന്ന് കാണുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവർക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഞണ്ടും ചെമ്മീനുമാണ് എന്നുള്ളതാണ്. ഇവിടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ലേലത്തിന് എടുക്കുകയൊക്കെ ചെയ്യാം. ഒന്നായിട്ട് ഒരുപാട് മീൻ വാങ്ങണം. നമ്മളിപ്പോൾ കുറച്ച് രണ്ടാൾക്ക് കുറച്ച് മീൻ വാങ്ങാൻ വന്നാണ്. ഇപ്പോൾ രാവിലെ ആ ഒരു സമയത്ത് എനിക്ക് എത്താനും പറ്റിയിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. ഇതെന്താ റേറ്റ് അല്ലേ? വാങ്ങണം. ചെണ്ടുന്നതിനേക്കാൾ ഈ മീനും ടേസ്റ്റ്. മീനും നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഞണ്ട് അതുപോലെ തന്നെ ചെമ്മീനുകളും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതിൽ ഞങ്ങൾ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് കൊണ്ട് ഞാൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മത്തി, വലിയ മത്തി. ഇത് മറ്റേതല്ലേ, സൂതയാണ്. നാട്ടിലെ മത്തി. ജീവൻ പോയിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത്. ആ ഒരു മീൻ വാങ്ങിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ ഒരു ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഒരു പൊരിച്ചിട്ടോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഈ ഒരു മീൻ. അപ്പം ഞങ്ങൾ ആ ഒരു മീനും വാങ്ങിച്ചു. അതും വാങ്ങിച്ചിങ്ങനെ അടുത്തതൊക്കെ ഇങ്ങനെ കാണാൻ പോവുകയാണ്. മത്തി അല്ലാ, നോക്കി ഇത് അല്ലേ മറ്റേ ചെമ്മീൻ. ഇത് മറ്റേത് ഈ നീരാളി നിങ്ങളാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ, അത് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയാം കേട്ടോ. അത് വാങ്ങാനുള്ളൊരു ധൈര്യമില്ല, കാരണം ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ നേരിട്ട് കാണുന്നത്, ഇങ്ങനെ മാർക്കറ്റിൽ കാണുന്നതും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ നിങ്ങളും ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു പടക്കണ മീനിനെ കണ്ടോ, ഈ മീനിൽ നിന്ന് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു. അതുപോലെ തന്നെ ഞണ്ടും വാങ്ങിച്ചിട്ട് പോന്നു. കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് വാങ്ങിച്ച് ഞങ്ങൾ പോന്നു. ഈ മീൻ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടും ജീവൻ പോയിട്ടില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, ഞങ്ങളൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലിട്ട് വെച്ചു.
പിറ്റേന്നാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു ഫ്രഷിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ ജിദ്ദയിലുള്ളവരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ട് എല്ലാവരും വാങ്ങിച്ചിട്ട് പോവുക. കാരണം കൂടുതൽ കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം എൻ്റെ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി ഈ ഒരു ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടിങ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്